വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് റെഡി ആയിട്ടൊക്കെ നിൽക്കുന്നത് നമ്മൾ കൊല്ലത്ത് പോവാണ്. വേറെ നമ്മൾ ധനിച്ചിച്ചിയുടെ വീട്ടിലോട്ട് പോവാം. അപ്പൊ നമ്മള് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. ഒരുങ്ങി ഇറങ്ങിയപ്പോ ഈ ചായന് ചെറിയൊരു പണി കിട്ടി. എന്താ നമുക്ക് കാണിച്ചു തരാം. ഒരാള് ഒരുങ്ങി ഇറങ്ങിയപ്പോഴാണ് വെള്ളം കയറാനുള്ള പണി നമുക്ക് കിട്ടിയത്. എന്താണ് ഈ സന്ദർഭത്തിൽ എന്താണ് പറയാനുള്ളത് താങ്കൾക്ക്? ഇപ്പൊ നിങ്ങൾ ഈ വീട്ടിൽ എന്ന് വെള്ളം കോരുന്നത് ഇച്ചാനാണ്. ഇത് വെറും പ്രഹസനം മാത്രം. എന്നും ഞാനാണ് വെള്ളം കോരുന്നത്. എങ്കിൽ ഞാനും പറയാം, ഇവിടെ എന്നും വെള്ളം കോരുന്നത് ഞാനാണ് ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് ഞാനും കൂടെ കോരാറുണ്ട്. അങ്ങനെ എല്ലാരും ഇവിടെ വെയിറ്റിംഗിലാണ്. വേനൽ മഴയാണ് പെയ്തത്. ഇന്നലെ ഇവിടെ എല്ലാം മഴ പെയ്തു. അതുകൊണ്ട് തന്നെ ചെടിക്കൊന്നും വലുതായിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വന്നില്ല. പിന്നെന്താ, ഞങ്ങൾക്ക് ഇവിടെ തേക്കുണ്ട്. അപ്പം ഈ തേക്കിന് വീണ് ഇല ഫുള്ള് പോയി വീണ് മുറ്റം ഫുള്ള് കുളമായി കിടക്കാണ്. വേനൽ മഴ സാധാരണ ജസ്റ്റ് ഒന്ന് പെയ്തിട്ടങ്ങ് പോകുക. പക്ഷെ ഇന്നലെ നല്ല മഴ പെയ്യും. നല്ല ഇന്നും മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്. ഒരു മഴക്കോളൊക്കെ ആയിട്ട് മാനത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഞങ്ങളെ മാവാണ് കഴിച്ചത്. മാവ് എല്ലാ കൊല്ലവും നല്ല മാങ്ങ പൂക്കാറുണ്ട്. പക്ഷെ ഇക്കൊല്ലം ചൂടൊക്കെ ആയതുകൊണ്ട് കുറെ മാങ്ങ പൊഴിഞ്ഞു പോയി. പിന്നെ ബാക്കിയുള്ള മാങ്ങയൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. അങ്ങനെ വെള്ളമൊക്കെ കയറിയിട്ട് വരികയാണ്. നമ്മുടെ ഇവിടുത്തെ പരിപാടിയൊക്കെ പോകണം. നേരെ നമ്മൾ എവിടെ പോവാണ്? കൊല്ലത്തേക്ക്. അപ്പൊ നമുക്ക് കയറിയിട്ട് കാണാം. അങ്ങനെ ഇപ്പൊ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഗേറ്റ് അടയ്ക്കുന്നത് എന്റെ ഡ്യൂട്ടിയാണ്. ഗൈസ് അങ്ങനെ നമ്മള് വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. ഇനി നമ്മള് നേരെ പോകുന്നത് കൊല്ലത്തേക്കാണ്. കൊല്ലത്തേക്ക് നമ്മൾ പോകുന്നത് ധനിച്ചിയുടെ വീട്ടിലോട്ടാണ് ആദ്യം പോകുന്നത്. ധന്യ ഇങ്ങനെ പറഞ്ഞായിരുന്നു, നമ്മുടെ കടപ്പുറത്ത് കുറച്ച് മാമന്റെ വീട്ടിലെ ബാക്കിലല്ല താഴെയായിട്ട് കുറച്ച് പൂക്കളൊക്കെ ആയിട്ട് ഭയങ്കര മനോഹരമായിട്ടുണ്ട്. അവിടെ കുറച്ച് ബ്ലോഗ് എടുക്കാം. ധനിക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ധനി ഒരു ബ്ലോഗറാണ്. ധനിയുടെ മകൾ ലയാണ് അതിനകത്ത് തരംഗമായിട്ട് നിൽക്കുന്നത്. ആ അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിനകത്ത് മെയിൻ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചാനലിന്റെ പേര് ലയാസാംസൺ എന്നാണ്. അതെ, എല്ലാവരും പോയി സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്ത് സപ്പോർട്ട് ഒക്കെ ചെയ്യുക. പിന്നെ ഇത് നമ്മൾ വരാൻ നേരത്തെ കണ്ടൊരു കാഴ്ചയാണ്. ഞങ്ങളുടെ ഇവിടുത്തെ ജംഗ്ഷനാണ് ഗൈസ് ഇത്. ഇവിടെ ഉത്സവമാണോ, കരുവമ്പലത്തെ ഉത്സവമുണ്ട്. ഇവിടുന്ന് ഇവർക്ക് ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാണ്ട് അതിനനുസരിച്ച് അവിടെ ആനയൊക്കെ വെച്ച് വിളക്കുണ്ട് വൈകിട്ട്. അതിനായിട്ട് ഇവിടെ എല്ലാരും ഒരുങ്ങുകയാണ് ഗൈസ്. ഞങ്ങളപ്പോ ഇത് പോയിട്ട് വന്നിട്ട് നമുക്കിത് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കിത് കാണാൻ പറ്റും. പക്ഷെ വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് നല്ല ബ്ലോക്ക് ആയിരിക്കും കേട്ടോ. വണ്ടി ഇങ്ങോട്ട് കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്ക് പോകാൻ വേണ്ടി പിന്നെ മൂക്കെ തൊടാൻ നമ്മൾ ഒരുപാട് വലത്തിട്ട് വേണം നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് വേണ്ടിട്ട് പോകാൻ. വഴികളുണ്ട്. പക്ഷെ എങ്കിൽ ഈ ഒരു ജംഗ്ഷൻ കട്ട് ചെയ്ത് പോകണമെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇത് കട്ട് ചെയ്ത് നമുക്ക് എന്തായാലും പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ വരുമ്പോ ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ ഇവിടെ പെട്ട്. പിന്നെ അന്നത്തെ കാര്യം ഇവിടെ ഫ്ലോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കറണ്ട് കാണത്തില്ല. അതെ, ആ ഒരു ഇവിടുന്ന് തീരുന്നവരെ നമുക്ക് കറണ്ട് അന്നത്തെ ദിവസം കാണത്തില്ല. അതാണ് നമുക്ക് എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ട് ഞാനും ഫ്ലോട്ട് പണിക്കത്തിന് മുമ്പ് പോയിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ അതിനൊക്കെ ഒത്തിരി ആക്സിഡന്റ്, ഒത്തിരി പേർക്ക് ഒത്തിരി അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്. അത് ഇപ്പൊ അതൊക്കെ അവര് പരിഗണിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പവർ കട്ട് കൊണ്ടുവന്നത്. അത് എന്തുകൊണ്ടും നല്ലതാണ്. ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാണെങ്കിലും ഒരു ജീവന്റെ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ അത് ജീവനാണ് ഏറ്റവും പ്രധാനം. അപ്പൊ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് സഹിക്കുന്നതിൽ സാരമില്ല. ഇതാണ് ഞങ്ങളുടെ ഇവിടെ അഞ്ചാലുമൂട് ജംഗ്ഷൻ എന്ന് പറയുന്നത്. പെരുമൺകുടി, പ്രാക്കളം, പിന്നെ ഉണ്ട് നമുക്ക് പനയം, കുണ്ടറല്ല. ഈ ഒരു ഭാഗങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് മെയിൻ ജംഗ്ഷൻ. അഞ്ചാലുമൂട് എന്ന് പറയുന്ന ഇതാണ് മെയിൻ ജംഗ്ഷൻ. ഇവിടെയാണ് നമുക്കുള്ള എല്ലാവരും എല്ലാ സാധനത്തിനായിട്ടാലും ഇവിടെയാണ് വരുന്നത്. ഇവിടെയാണ് മിക്കവാറും ഉള്ള സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടുകയും എടുക്കുകയും എല്ലാം പറ്റുന്നതെല്ലാം ഈ ഒരു സ്ഥലത്താണ്. അങ്ങനെ നമ്മൾ പതിവ് പോലെ തന്നെ നമ്മുടെ കടവൂരുള്ള ജിയോമാർട്ടിൽ സ്മാർട്ട് പോയിന്റിൽ വന്നിട്ടുണ്ട്. നമ്മൾ ധന്യചേച്ചിയുടെ വീട്ടിലോട്ട് പോകുമല്ലേ. അപ്പൊ ലൈക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് മേടിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ ജിയോമാർട്ടിൽ കയറിയതാണ്. അപ്പൊ നമുക്ക് അത് കയറി സാധനം മേടിച്ചിട്ട് കാണാം. നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ലൈക്കുള്ള സ്ട്രോബെറി, കുറച്ച് ജ്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയുണ്ട് ജുവൽ. ഓഫർ എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ കുറച്ച് ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. ഫ്രണ്ടിലോട്ടൊക്കെയാണ് കുറച്ചും കൂടെ ഓഫർ ഒക്കെ ഉള്ളത്. ഓക്കെ,
ഇവിടെ ജുവൽ ഏതാണെന്നുണ്ടെങ്കിൽ ഉണ്ട്, ഞങ്ങൾക്ക് എവിടെ ഇത് കിട്ടിയാലും ഏതെണ്ടുണ്ട് ഇതാണത് അതിന്റെ മേളിൽ എന്തെങ്കിലുമൊക്കെ കയറി ഇങ്ങനെ ഇടും. ഗൈസ് പൊന്നു അവിടെ ഒരു ചേച്ചിയായിട്ട് കത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വരുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഞാനും ജുവലും എന്തായാലും ഇവിടെ മൊത്തവും അരിച്ചു പറക്കുകയാണ്. എന്തെങ്കിലും ഓഫർ ഉണ്ടോ കാര്യങ്ങളുണ്ടോ ഒന്നും അറിയില്ല, നോക്കണം. ജുവല് പറഞ്ഞ കണക്ക് ഫ്രണ്ടിലൊക്കെ കുറേ ഓഫേഴ്സ് ഉണ്ട്, അല്ലാതെ ഇവിടെ എന്തൊക്കെ ഓഫർ ഉണ്ടെന്ന് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഏതിനെ പിടിക്കണം. ജുവല് പിന്നെ കുഴപ്പമില്ല, അവിടെ നിന്ന് ഓറഞ്ചും ആപ്പിളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. വാങ്ങാനാണോ എന്നറിയില്ല, എന്തായാലും നോക്കുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ എണ്ണയ്ക്ക് ഭയങ്കര വില. ഇപ്പോൾ ഇപ്പോഴത്തെ വില അറിയാമല്ലേ, 300 സംതിങ് രൂപയാണ്, ഭയങ്കര വിലയായിട്ടിരുന്നു. അപ്പോൾ ഞാൻ ആ ഏരിയയിലോട്ടേ പോയില്ല, അവിടെ നേരെ തിരിച്ച് ഞാനിങ്ങ് പോയിരുന്നു. എന്തായാലും ഇത് വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. എല്ലാത്തിനും സഹായിക്കാനൊക്കെ അവളും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഇത് എളുപ്പമായിരിക്കും. പിന്നെ ആ ചേച്ചിയായിട്ട് കത്തി വെച്ച് തീർക്കണം, തീർത്ത് വന്നാലേ എനിക്ക് പറ്റത്തുള്ളൂ. അതാ വരുന്നുണ്ട് ഗൈസ്, നമുക്ക് നോക്കാം. അടുത്ത് എന്ത് എടുത്തുകൊണ്ട് പോകുന്നു നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന്. ഇങ്ങനെ നോക്കി നോക്കി വരുമ്പോഴാണ് നമ്മൾ ഓരോ സാധനങ്ങൾ മേടിക്കണം. ബിസ്ക്കറ്റ് ബൈ വൺ ഗെറ്റ് വൺ ഉണ്ട് ഗൈസ്. പിന്നെ ഇപ്പൊ കിടക്കുന്ന ഒരേ ഒരു ഓഫർ ഇതാണ് ഗൈസ്. ഈ ചോക്ലേറ്റിന് ബൈ വൺ ഗെറ്റ് വൺ ആണ്. ഇതിന്റെ വലുതും ഉണ്ട് ചെറുതും ഉണ്ട് ഗൈസ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 599. ഇതിന്റെ പകുതി 600 ആണെങ്കിൽ 300 രൂപ. ഇതിന് 169. ഇതിന്റെ പകുതിയാണ് ഗൈസ്. ഇപ്പം ഇവിടുത്തെ സ്പെഷ്യൽ ഓഫർ, ഇന്നത്തെ ഓഫറായിട്ട് ഇട്ടേക്കുന്നത്. ഇവിടുത്തെ എല്ലാത്തിനും 50% ഓഫറൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ ഈ മേളിൽ കാണുന്ന ഇത്രയും പ്രോഡക്റ്റിന് 70% ഓഫർ ഗൈസ്. പിന്നെ അവിടെ എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ഒരിടയ്ക്ക് ഇവിടുത്തെ ഓഫർ 49 രൂപയുടെ ഡയറി മിൽക്കും പിന്നെ ഒരു സ്ട്രോബെറിയും കൂടി ചേർത്തിട്ട് 89 രൂപയായിരുന്നു ഓഫർ കിടന്നത്. അന്ന് നമുക്ക് എടുക്കാൻ പറ്റിയില്ല, ഒരെണ്ണം മാത്രം കണ്ട് കിട്ടിയായിരുന്നു. പിന്നെ ലേക്ക് ഐസ്ക്രീം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പോൾ ഇതും എടുത്ത് അങ്ങോട്ട് പോകുന്ന സമയത്ത് അലിഞ്ഞു പോകും, അതുകൊണ്ട് പിന്നെ അത് നമ്മൾ മേടിക്കുന്നില്ല ഗൈസ്. അങ്ങനെ എനിക്ക് ആവശ്യമുള്ള ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഇതിലേക്ക് ഇച്ചിരി ആവശ്യമുള്ളതായിരുന്നു. ഞാൻ ഇത് ഒരെണ്ണം എടുത്ത്. ഇതിന്റെ റേറ്റ് 99 രൂപയായിരുന്നു കിടന്നത്, 199. പക്ഷേ ഓഫർ പ്രൈസിൽ 99 കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതങ്ങ് എടുക്കാമെന്ന്. ജോലി കുറച്ച് സാധനങ്ങൾ ബില്ലടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിന്റെ അടുത്ത സാധനമൊക്കെ നോക്കുവാണ് ഗൈസ്. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് 1129 രൂപ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ 1000 രൂപയ്ക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 കിലോ സവാള കിട്ടുമെന്ന് പറഞ്ഞാൽ ചേച്ചി എടുക്കാൻ പോയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നല്ല കുഞ്ഞു സാധനങ്ങളൊക്കെ ആയിട്ട് വരികയാണ് ഗൈസ്. നമ്മൾ അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ ചെയ്തു. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കാണിച്ചു മൈക്ക് മേടിച്ചു ഗൈസ്. മൈക്ക് ഇതിന്റെ റിവ്യൂ ആയിട്ടാണ് ഗൈസ്, അല്ലേ പൊന്നു? വരുന്നതായിരിക്കും ഇതിന്റെ റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്, മൈക്ക് ഇട്ടിട്ടുള്ള ആദ്യത്തെ ഫസ്റ്റ് വീഡിയോ ആണ്. എങ്ങനെയുണ്ട്, സൗണ്ട് ക്ലാരിറ്റി ഇല്ലെന്നൊക്കെ നമ്മുടെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിനുശേഷം നമ്മൾ മൈക്ക് മേടിച്ചു. ഇപ്പൊ സൗണ്ട് നല്ല ക്ലിയർ ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ. നമുക്ക് സംസാരിച്ചിരിക്കാൻ സമയം നമുക്ക് കാറിൽ കയറി ഗൈസ്, ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറിച്ച് വെക്കുകയാണ് കാറിൽ നിന്ന്. സവാള അതിന് വെച്ച് ബിസ്ക്കറ്റ് ഒക്കെ ഞങ്ങൾ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ പിള്ളേർ നാടാങ്കിൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഷാമ്പൂവും എണ്ണയും എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഫേവറേറ്റ് സ്ട്രോബെറി. അതെ. പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഈ സെറേറോ റോൾസ് മേടിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് ഡയറി മിൽക്ക് വാങ്ങിച്ചു. പിന്നെ ചുപ്പാ ചുപ്പ് മേടിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ബോഡി ലോഷൻ. അതെ ഗൈസ്. ഓക്കെ ഗൈസ്, ഇത്രേ ഉള്ളൂ നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ. അപ്പൊ നമുക്ക് കാറിലോട്ട് പോവാം. അല്ല ഏതനാണ് കാരണം ബാസ്ക്കറ്റ് ഒക്കെ കൊണ്ട് അവിടെ വെക്കുന്നത്. അവിടെ വെച്ചിട്ടോ പെട്ടെന്ന് പോവാം. നമ്മളിതൊരു ഫുഡ് കഴിച്ചില്ല, കാരണം വീട്ടിലെല്ലാം ഉണ്ടാക്കി വെച്ച്. പക്ഷെ ഞങ്ങള് പപ്പ വന്നതുകൊണ്ട് അമ്മ നേരെ ചെയ്തതെല്ലാം മീൻകറിയും മീൻ പൊരിച്ചതും ഒക്കെ ആയിരുന്നു. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നോയമ്പാണ്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ കയറി വെജിറ്റേറിയൻ ഫുഡ് നമ്മൾ കഴിക്കുന്നുള്ളൂ. എന്നിട്ടാണ് നമ്മൾ ധനുഷിലോട്ട് പോകുന്നത് അല്ലേ? അതെ, ഏതാണ്ട് പോറ്റി ഹോട്ടൽ എത്താറായിട്ടുണ്ട്. അതെ, നമ്മുടെ പട്നയിലാണ്. നമ്മള് പട്നയിലെ സ്ഥിര ആളുകളാണ്. ഇവിടെ തന്നെയാണ് നമ്മള് ഫുഡൊക്കെ കഴിക്കുന്നത്. ദിവസം ഞാൻ പറയുന്നുണ്ട് വെജിറ്റബിൾ ബിരിയാണി കഴിക്കണമെന്ന്. അപ്പൊ നമ്മള് ഇന്ന് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടെങ്കിൽ നമ്മള് കഴിക്കും, ഇല്ലെങ്കിൽ നമ്മള് പൂരിയും സാമ്പാറും. ഈ സമയത്ത് അവിടെ കാണില്ല, നോക്കാം ഉണ്ടോ ഇല്ലയോന്ന്. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. ബിരിയാണി ഇല്ല. എന്താ പറയുന്നത്, ബിരിയാണി ഞാൻ വണ്ടി വെച്ച് പറഞ്ഞില്ല ഗൈസ്, ബിരിയാണി കാണത്തില്ല. കാരണം ഇപ്പൊ തന്നെ സമയം 3:30 ആയിട്ടുണ്ട്. ബിരിയാണി എന്തായാലും തീർന്നു. ഞാൻ പറഞ്ഞില്ലേ ബൂരിയെ കാണത്തുള്ളൂ. പിന്നെ ഇവൻ എന്നെ അവിടുന്ന് ഇങ്ങോട്ടാക്കി. ഞാൻ അവിടെ വന്നിരിക്കാൻ വന്നപ്പം ഇവൻ പറഞ്ഞ് ഞാൻ പപ്പ എടുത്തിരിക്കാന്ന് പറഞ്ഞിട്ട് ഇവൻ എന്നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു ഗൈസ്. അങ്ങനെ ഇപ്പൊ ജുവലും
പൊന്നും കൂടി ഒന്നായി, ഞാനും ഏതനും ഒന്നായി അല്ലേ? ഏതാ അല്ലെങ്കിൽ നമ്മൾ എവിടെ പരിപാടി ആഗ്രഹിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെ. ബിരിയാണി കാണത്തില്ലെന്ന് എനിക്കറിയാം, കാരണം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു. അതിനു മുമ്പ് നമ്മൾ മൂന്നര കഴിഞ്ഞിട്ടോടെ വന്നിട്ട് ബിരിയാണി കൊണ്ട് പക്ഷെ ഇപ്പം ആഗ്രഹിച്ചു വന്നപ്പോ ചാൻസ് ആണ്. കാരണം നമുക്ക് വരുമ്പോ നമുക്ക് അറിയാം കാണത്തില്ല, അതുകൊണ്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു ചിലപ്പോൾ കിട്ടിയത് നമുക്ക് ഭയങ്കര വിഷമം. അതുകൊണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തുള്ള ഏതനും ജുവനും ഉള്ള പൂരി വന്നിട്ടുണ്ട്. ആർക്കും കിഴങ്ങൊന്നും നമുക്കാർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ കിഴങ്ങൊന്നും മേടിച്ചില്ല. പൂരിയും ചമ്മന്തി സാമ്പാർ. ഏതിന് ചമ്മന്തി സാമ്പാർ വേണോ? വേണം. മോൻ കഴിക്കും, നല്ല വെച്ചാണ് ഇഷ്ടല്ലേ? മോൻ കഴി പൂരിയിട്ടാണോ? സൂപ്പർ മോൻ കഴി. ചേച്ചി പൊട്ടിക്കണേ. ഫസ്റ്റ് എടുക്കണം. ആ അടിക്കും അല്ലേ? അപ്പയും അടിക്കും. ശരി, പെട്ടെന്നാവട്ടെ. ചേച്ചി ഇപ്പൊ പെട്ടെന്ന് കഴിക്കും, അതിനുമ്പ് കഴിയണം. മുന്നും ഇവിടെ വെയിറ്റിംഗ് ആണ് ഗൈസ്. എങ്ങനെയെങ്കിലും പൂരി വന്നിട്ട് വേണം നമുക്കത് കഴിക്കാൻ. അതിനുള്ള വെയിറ്റിംഗ് ആണ്. ഓക്കെ, ഭയങ്കര ചൂടാ. 2 പൂരി മതിയോ ജോല? നിനക്ക് മതിയോ ജൂല? ഇപ്പൊ ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ മുഖത്ത്, നല്ല വ്യത്യാസമുണ്ട്. വെളുത്ത് കനത്തതാണോ മുഖം തടിച്ചിട്ട് വെളുത്തതാണോ എന്ന് അറിയത്തില്ല, പക്ഷെ ഭയങ്കരമായിട്ട് വെളുത്ത് കേട്ടോ. എന്തോ കണ്ട, പിന്നെ കണ്ണിന്റെ മേളിൽ എന്തോ ഇട്ടിരിക്കുന്നത്. ജൂലിന് നാണം വന്നു ഗൈസ്. നാണിക്കത്തൊന്നുമില്ലേ? ഓ കണ്ടറിയാം ഇനി അങ്ങോട്ട് പോകുമ്പോ. ജുവലിന് മാത്രമല്ല വ്യത്യാസമുള്ളത്, കണ്ടേ നീതുവിന് നല്ല വ്യത്യാസമുണ്ട്. അല്ല നല്ല വ്യത്യാസമുണ്ട്, രണ്ടുപേർക്കും നല്ല വ്യത്യാസമുണ്ട്. അല്ല ഡ്രസ്സ് എന്ന് പറഞ്ഞപ്പോഴേ ഇതാണ് പൊന്നു പുതിയതായിട്ട് തച്ച് ഇട്ട ഡ്രസ്സ്. അഭിപ്രായം ഒന്ന് പറയണം, കൊള്ളാവോ ഇല്ലയെന്നൊക്കെ. ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് അതൊന്ന് മെൽറ്റായിട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഫേസ് അപ്ലൈ ചെയ്ത്, അതുകൊണ്ടായിരിക്കും ഒരു ഗ്ലോ ആയിട്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ലതിന്. അപ്പൊ അങ്ങനെ ജുവലിന്റെ ട്രിക്ക് പറഞ്ഞിട്ടുണ്ട് ഗായ്. അടുത്ത പൊന്നു വല്ല ട്രിക്ക് വല്ല ഉണ്ടോ പൊന്നു? എനിക്ക് ഒരു ടിപ്പും ഇല്ല. ഞാൻ ഈ ഓട്ടപ്പാച്ചിലാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത്? അയ്യോ, എന്തൊക്കെ കേക്കണം, എല്ലാത്തിന്റെയും വായിരിക്കുന്നതൊക്കെ കേൾക്കേണ്ട ഈശ്വരാ. അതിന്റെ ഇടയ്ക്ക് വേറെ പെട്ടെന്ന് അതെ, അത് പിന്നെ പണ്ട് ഞാൻ എന്റെ അതേ കളർ എന്റെ മോനെ കിട്ടിയേക്കുന്നത്, പണ്ട് പിന്നെ പേടിക്കാനില്ല. അല്ലാതെ എന്റെ ആണെന്ന് അംഗീകരിക്കും. എന്റെ പുറകെ നടന്ന് എന്നെ വളച്ചിട്ടതാണ് കാഴ്ചകള്. അതെ, ഞങ്ങൾക്കുള്ള പൂരിയും വടയും ചമ്മന്തി സാമ്പാറും എല്ലാം വന്നിട്ടുണ്ട്. പൊന്നൂടെ വന്ന പാടെ തന്നെ പൊന്നിന്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാതെ തന്നെ നോക്കിയിരിക്കും. ഞാൻ തగ్గടിച്ചു, എനിക്ക് മറ്റേ ആളൊക്കെ വേണം കേട്ടോ. ഞാൻ തగ్గടിച്ചു, എനിക്ക് അതിന്റെ ചുരുട്ടും മാലയൊക്കെ വേണം. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങളിത് കഴിച്ചു തീർന്നിട്ട് കാണാം. അയ്യോ ആ 378. അങ്ങനെ ഗൈസ് അവിടുന്ന് കഴിച്ച് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ എന്റെ ഫേവറേറ്റ് സാധനം കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ 2 കപ്ലിന്റെ മുട്ട എടുത്തിട്ടുണ്ട്. 2 എന്റെ ഫേവറേറ്റ് ആണ്. അപ്പൊ ഗൈസ് ഞങ്ങൾ നേരെ തന്നെ വീട്ടിലോട്ട് പോവാണ്. ആ പണ്ട് ഇത് ഇപ്പൊ ഓർമ്മ, ഇതിന്റെ ചെറുത് 25 പൈസക്ക് ഒരെണ്ണം കിട്ടുമായിരുന്നു. അങ്ങനെ 4 രൂപയ്ക്ക് എടുക്കാം. ഇത് പപ്പ വണ്ടി ഓടിച്ചോട്ടെ, ഞാൻ പൊട്ടി തരാം. അങ്ങനെ ഗൈസ് നിങ്ങൾക്ക് ഓർമ്മ അറിയാം, നിങ്ങൾ ഒന്ന് പറയാ കമന്റില്. പണ്ട് തേൻ മുട്ടായി, കപ്പേന്റെ മുട്ടായി, മിക്സർ മുട്ടായി, ഒരു മുട്ടായി, പിന്നെന്താ ഇഡലി മുട്ടായി, ആ പിന്നെ മറ്റേ മൂട മുട്ടായി, പിന്നെ ഗ്യാസ് മിഠായി, പിന്നെ മറ്റേ ഒരു ചക്കക്കുരുന്ന് ആഗ്രഹ മിഠായി ഉണ്ടായിരുന്നു. ആ അത് അടിപൊളി ശർക്കരക്കകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും. പക്ഷെ ഇപ്പോഴും ഉണ്ട് ചില സ്ഥലത്തൊക്കെ. പഴയ ടേസ്റ്റ് ഒന്നും ഇല്ല ഇപ്പൊ, നമുക്ക് നല്ല ടേസ്റ്റ് ആണ്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഈ ചക്കക്കുരുന്ന് മുട്ടായി ഇങ്ങനെ കുപ്പിക്കകത്തിട്ട് അടച്ചു വെക്കും. 1 രൂപയ്ക്ക് 2 എണ്ണമൊക്കെ കിട്ടും. എന്റെ ഇതിൽ ഇതെല്ലാം 25 പൈസയായിരുന്നു എല്ലാം.
അന്ന് തരാം. എന്നിട്ട് പിന്നെ മറ്റേ ഒരു റൗണ്ട് പഞ്ചസാരയൊക്കെ ഉള്ള ഒരു ബിസ്ക്കറ്റ്, അത് 100 ഗ്രാമിന് 1 രൂപയാണ്. ഭയങ്കര ഭയങ്കര രസമായിരുന്നു. പിന്നെ മറ്റേ ലെറ്റേഴ്സ് വരുന്ന അതും കണക്കെ തൂക്കിയായിരുന്നു വരുന്നത്. പിന്നെ മറ്റേ ഒരു ഗുളികയുടെ കണക്കുള്ള കവർന്നിട്ട് സ്റ്റാറിന്റെ മുട്ടായിരുന്നു. പിന്നെന്ത് മുട്ടായിരുന്നു? ഇല്ല, പുളിമുട്ടായി തന്നെ പല വെറൈറ്റി ഉണ്ടായിരുന്നു. സ്റ്റിക്കിനകത്ത് ഇങ്ങനെ ജാമിന്റെ ഉണ്ടായിരുന്നു. ജാമിന്റെ ചെറിയൊരു ജാമിന്റെ കളർ പല ഇതുള്ള ജാമിന്റെ ഉണ്ടായിരുന്നു. അത്രയൊന്നും അറിയത്തില്ല, കാരണം ഇവരൊക്കെ 90s കിഡ്സ് ആണ്. ഞങ്ങളൊക്കെ 2K കിഡ്സ് ആണ്. പക്ഷെ നമ്മള് ഈ പറയുന്ന നമ്മളതിനെ കാലത്തിനകത്ത് കോലവും കുത്തിയവണൊക്കെ നമ്മള് മാറും. അതുകൊണ്ട് തന്നെ വിഷയമില്ല. പിന്നെ എന്തൊക്കെയുണ്ട് വെറൈറ്റികളും മുട്ടായികളും? പറഞ്ഞ ഇവര് കണ്ടുപോലും കാണത്തില്ല നമ്മുടെ പഴയ കാര്യങ്ങൾ. ഞങ്ങളുണ്ടല്ലോ ഈ 90s കിഡ്സിനും ഈ 2K കിഡ്സിനും ഇടയ്ക്ക് വരുന്ന കുറച്ച് ജനറേഷൻ ആയിട്ട് നമുക്ക് ഈ 90s കിഡ്സിന്റെ കാര്യം അറിയാം, 2K കിഡ്സിന്റെ കാര്യം അറിയാം. അതുകൊണ്ട് നമുക്ക് ആ പറയുമ്പോ ഇന്ന് കാണുന്നുള്ള ഞാൻ അതിനൊക്കെ ഞാൻ ജോലി സ്ഥലത്ത് പോകുന്ന സമയത്തുണ്ടല്ലേ, എന്നെക്കാളും പഴയ 90 കിഡ്സ് ഒന്നും പറയണ, അവരൊക്കെ ഒന്നും അറിയത്തില്ല. ഇപ്പോഴും ഞാൻ നോക്കുമ്പോ ഒരു നമ്മളോടുള്ള പുള്ളിക്കാരൻ ജിനു എന്ന പേര്, പുള്ളിക്കാരൻ ഇപ്പോഴും സാധാ കീപാഡ് സെറ്റാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ആ ഒരു പഴയ കാലത്ത് നിന്ന് പുള്ളിക്കാരൻ ഇപ്പോഴും മുന്നോട്ട് വന്നിട്ടില്ല. ചില ആളുകൾ അങ്ങനെയൊക്കെ തന്നെ ഇപ്പോഴും ആ പഴമയിൽ തന്നെ ജീവിക്കുന്ന ആളുകളാണ് കൂടുതലും. അപ്പൊ നമ്മളത് നോക്കുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം, അയ്യോ ഇവരിപ്പോഴും ഇങ്ങനെയൊക്കെ ആണല്ലോ എന്നുള്ളൊരു ചിന്തപ്പാട് നമുക്ക് ഇപ്പോഴും ഉണ്ടായിരുന്നു. എനിക്ക് അന്ന് തോന്നിയായിരുന്നു. പിന്നെ ഒരേ ഒരു ആഗ്രഹം ഉള്ളൂ ഗായ്സ്, എപ്പോ കാർ ബോക്സ് കണ്ടാലും നോക്കിപ്പോ ഒരെണ്ണം എടുക്കണം അല്ലേ? ഏതനാണെങ്കിൽ പിന്നെ താറോക്സ് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ വിളിയാ, അപ്പൊ താറോക്സ് അല്ലേ? ബീച്ചിൽ പോണം. ഏതിനും ബീച്ചിൽ പോണം കാർ മേടിക്കാൻ അല്ലേ? റോക്സ് വണ്ടി ഇങ്ങനെ ഓരോരോ വണ്ടി ഞങ്ങളിങ്ങനെ പറയും. ബൈക്ക് എല്ലാം ഞങ്ങൾ മേടിക്കും. ഇപ്പൊ പിന്നെ ഇപ്പൊ ഏതെങ്കിലും കൂടെ സംസാരിച്ച് ഞങ്ങൾ ഇങ്ങനത്തെ വാശികളൊക്കെ ഞങ്ങളും പറയും. കാറ് എല്ലാം കൊണ്ടും ഞങ്ങൾ അവനായി മാറി. അവനായിട്ട് ഞങ്ങൾ നിൽക്കും. അപ്പൊ ഗൈസ് തന്നെയുടെ സംസാരിച്ച് വന്നു പറഞ്ഞില്ല. ഗൈസ് ഞങ്ങൾ തന്നെയുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് വേണം ഇനി തങ്ങി പിന്നെ ലയും ഞങ്ങൾ എല്ലാവരുമായിട്ട് ഇനി സുൽമാമ്മയുടെ വീട്ടിലോട്ട് പോകാൻ. ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടല്ലേ, ലയാസ് ഹൗസ്. ലയുടെ ഫ്രണ്ട്സ് ആണോ? അവരെയൊക്കെ പരിചയപ്പെടുത്തി തരണം ഞങ്ങൾക്ക്. പേരൊക്കെ പറ. അമല, തുമ്പി. ലയുടെ ഡാൻസ് ഒക്കെ കളിക്കുന്ന ഇവരാണോ? ഒരു ഡാൻസ് കളിക്കുവോ? പിന്നെ മനസ്സിൽ നിന്നും ഭാരങ്ങൾ ഒപ്പിയെടുക്കാമെന്ന ഈശോയേ ആശ്വാസം നീയല്ലോ. കുഞ്ഞായി വന്നു പിറന്നവൻ, കുഞ്ഞുങ്ങളാവാൻ പറഞ്ഞവൻ, സ്വതത്തിൽ ഒരു പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങളായി തിട്ടവനെ, സ്വതത്തിൽ ഒരു പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങളായി തിട്ടവനെ, നീ വരൂ പൂന്തിങ്ങളായി, നീ വരൂ പൂന്തിങ്ങളായി, നീ വരൂ പൂന്തിങ്ങളായി, നീ വരൂ ചെടിയൊക്കെ എല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. കണ്ടോ, ഹൈറ്റ് വെച്ച് പുതിയൊരു ഇത് വന്നല്ലേ, നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗൈസ് എപ്പോഴും മേധൻ സോളോ വൈബാണ്. ഒറ്റക്കിരുന്ന് ഏതൻ എപ്പോഴും സോളോ വൈബാണ്. അതെന്താണെന്നറിയോ, നിങ്ങളെല്ലാം ഗേൾസ് അല്ലേ, അപ്പൊ അവന് കളിക്കാൻ പറ്റിയ ആളില്ല ഇവിടെ. ഞാൻ ഞങ്ങള് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഒറ്റയ്ക്ക് പോയിരുന്നു കളിക്കുന്നത്. ഇതൊന്നും ഏതനല്ല, വീട്ടിലുള്ള എന്നെ ഏതനേം കാണും. ഒന്നും പറയണ്ട കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന ചെടി ചേച്ചി ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ കൊണ്ടുവന്ന ബൊഗൻവില്ല ബാൽക്കണിയിലാണ് സെറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അവിടെ നല്ല വെയിലൊക്കെ അടിക്കും. ഭയങ്കര മനോഹരമായിട്ടുണ്ട് യേശുവിന്റെ കൃഷിന്റെ താഴെ തന്നെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ വെയിൽ ഗ്യാസിന്റെ ഇവിടെ നല്ല വെയിൽ അടിക്കും. നല്ല വെയിൽ അടിക്കത്തില്ല, ചെറിയൊരു ലൈറ്റ് വെയിൽ അടിക്കത്തുള്ളൂ. നമ്മൾ കൊണ്ടുവന്ന ബൊഗൻവില്ല ബാൽക്കണിയിൽ സെറ്റ് ചെയ്ത് വെച്ചു. റെഡിയാവും.
ഹൈബ്രോ ഒന്നും കാണുന്നില്ല ഗൈസ്, അതുകൊണ്ട് ഞാൻ അഴിമണക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഏതാ അടയിരി ഊന്നിരിടാ ചേച്ചിയുടെ ഫോണാണോ? ആണോ? നോക്കട്ടെ, ഇങ്ങോട്ട് നോക്കി. ചേച്ചിയുടെ ഫോണാണോ? ഈ കപ്ലൈൻ മുട്ടായി കാണുമ്പോ എന്തോ തോന്നുന്നു എനിക്ക്. ജിത്തു, നിന്നെ ഞാൻ അംഗനവാടി കൊണ്ടാക്കുമ്പോണ്ടല്ലോ ഈ മിഠായിയോടൊപ്പം നിൽക്കുന്ന കരയാറുണ്ട്. ഞങ്ങൾ അങ്ങനത്തെ അറിയാണ്ട് വീട്ടിലാ താമസിച്ചിരുന്നത്. അന്നേരം ഇവനെ കുഞ്ഞു നല്ല ഉരുണ്ട പങ്കുവാണ്. ഒരു സ്ലേറ്റ് നോക്കിയിട്ട് അവിടുത്തെ അംഗനവാടി പോകും. അപ്പോഴാണെങ്കിൽ ഈ കപ്പലണ്ടി മിഠായി, കാരക്ക, അങ്ങനത്തെ മിഠായിയൊക്കെ ഉണ്ടല്ലോ. എനിക്കറിയാൻ എത്ര വയസ്സ് മുട്ടായി ഉണ്ടായിരുന്നു? കപ്ലൈൻ മുട്ടായി, മിച്ചർ മിഠായി, പിന്നെ ഗ്യാസ് മുട്ടായി, റൗണ്ട് ഗ്യാസ് മുട്ടായി ഉണ്ടായിരുന്നു. ഗ്യാസ് മിഠായി ഉണ്ടായിരുന്നു. പിന്നെ ഈ ഇതുണ്ടല്ലോ പുളിമുട്ടായി. ആ പുളിമുട്ടായില് വെറൈറ്റി ഉണ്ടായിരുന്നു. ഒരു ചെറിയ അതിന്റെ അകത്ത് പൈസ വരുന്നുണ്ട്. പൈസ മുട്ടായി ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഗോൾഡ് കളറിൽ ഇല്ല റൗണ്ട് കണക്ക് ഒരു സാധനം, അത് തുറക്കുമ്പോ ചോക്ലേറ്റ്. ഒരു പ്രാവശ്യം ഉണ്ടല്ലോ അംഗനവാടി പോയപ്പോ ഈ അവിയും ചിത്തും കൂടെ ഉണ്ടല്ലോ അംഗനവാടി അടിയിൽ ബാക്കിൽ കട ഉണ്ടായിരുന്നു. അതിൽ കൂടെ ഇളഞ്ഞു വന്നിരിക്കുന്നു. വീട്ടില് ബാറ്റിൽ കൂടെ വന്നിരിക്കുന്നു. ഇതൊക്കെ അച്ഛൻ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നല്ല രണ്ടുപേരാണ് ഇവിടെ എടുത്തല്ലേ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാരും ബ്ലോഗ് എടുക്കുന്ന ആള് പോലെ അനങ്ങാൻ നിൽക്കുകയാണെങ്കിൽ പണ്ടത്തെ ചിത്തൂരി ഒന്ന് കാണുന്നത് നല്ല ഉണ്ട പപ്പുമായിട്ടാണ് പക്ഷെ അതേ കണക്കാണ് ഇവൻ. ഏതെല്ലാം കാണുമ്പോ എനിക്ക് എപ്പോഴും ചിത്തൂരിയാണ് ഓർമ്മ. മുമ്പത്തെ ഫോട്ടോ ആണല്ലോ, ഒരു നിക്കർ ഇട്ടിട്ട് വലിയൊരു ഉണ്ട മാല ഉണ്ട് അവരെ അമ്മയുടെ താലിമാല. ആ ഫോട്ടോ ഒന്ന് കാണണം. നല്ല രസമാ, നല്ല രസമാണ്. നിന്നെ പക്ഷെ കറക്റ്റ് അല്ലേ? കറക്റ്റ് എന്റെ കണക്ക് തന്നെ ഏതം വന്ന് കറക്റ്റ് ധന്യ കണക്ക് തന്നെ ലേ വന്ന്. ലേ ഇങ്ങോട്ട് നോക്കിയടി നോക്കട്ടെ. ഇത് സുന്ദരി ലേ പൊട്ടിട്ടില്ലേ? ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് ലേയുടെ കുറച്ച് ഡാൻസ് ഒക്കെ ഉണ്ടല്ലേ? ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്. ഞങ്ങളിവിടെ മേക്കപ്പ് ഇടുന്നതന്നെ ഞങ്ങൾ ഡാൻസിനും പാട്ടിനും വേണ്ടിട്ട് മെയിനായിട്ട് ഞങ്ങൾ അതാ ഫോക്കസ്. ഓക്കെ ഗായ്സ്, എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങള് അവിടെ ചെന്നിട്ട് ഗായ്സ്. അങ്ങനെ നമ്മൾ എല്ലാവരും റെഡി ആയിട്ട് ധനി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ എങ്ങോട്ടാ പോണേ? വീട്ടിലോട്ട്. അതെ, നമ്മൾ നേരെ സിനിമയുടെ വീട്ടിലോട്ട് പോവാണ്. അവിടെ എന്താണ് തന്നെ ഉള്ളത്? ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. എവിടെ? നമ്മുടെ കടപ്പുറം സൈഡില് ഇങ്ങനെ സെറ്റ് ഗാർഡനൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് രാവിലെ ഞാൻ കണ്ടായിരുന്നത്. ഈ മുനിസിപ്പാലിറ്റിയുടെ ആണോ? അതെ അതെ. അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞു പള്ളിയിൽ പോകും, നിങ്ങൾ വരുമ്പോ ഒന്ന് വിളിക്കണേന്ന് പറഞ്ഞു. നേരെ പോകുന്നത് നമ്മുടെ സിനിമയുടെ വീട്ടിലെ താഴെ കടപ്പുറത്ത് ഈ മുനിസിപ്പാലിറ്റിയുടെ ആളുകൾ നിന്ന് കുറച്ച് ചെടികളൊക്കെ വെച്ച് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ. അപ്പൊ നമ്മൾ അത് കാണാൻ പോവുക. നമുക്ക് അവിടെ ചെന്നിട്ട് ഇതാണ് ഞങ്ങളുടെ അറിയാല്ലേ സിനിമയുടെ വീട്. നമ്മൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് ആ താഴെ കാണുന്നത് അവിടെയാണ് അവര് പറഞ്ഞ ഗാർഡൻ എന്തോ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. ആദ്യം നമ്മൾ വന്ന ഉടനെ സിനിമ വീട്ടിലോട്ട് കയറുവാണ്. നമ്മൾ പിന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ നമുക്ക് ഇതേ അവസ്ഥ. ഇവിടെ വന്നപ്പം മാമനും ആന്റിയും എല്ലാം പള്ളിയിൽ പോയിരിക്കാം. ഇനിയിപ്പോ നമ്മൾ തനിയെ വേണം നമുക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകാനായിട്ട്. അതെ ഗൈസ്, കണ്ടില്ലേ ഒരാൾ കാണിക്കുന്നുണ്ടല്ലേ? ജുവലല്ലേ ഇത് ഫുള്ള് തുറന്ന? ഇത് ഫുള്ള് തുറന്ന ജുവലല്ലേ? ഓക്കെ ഗൈസ്, അവിടെ മാമനും ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്ലാൻ മാറ്റി നേരെ കടപ്പുറത്തോട്ട് പോവുകയാണ്. വെറുതെ ഒന്ന് വന്നതായിരുന്നു. സുജാന്റിയായിട്ട് സംസാരിച്ചപ്പോ സുജാന്റി പറഞ്ഞു ഇവിടെ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ആ ഗാർഡൻ കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ ഇവിടെ നല്ല പൂന്തോട്ടം ഒക്കെ ഉണ്ട്. ഇവിടെ നല്ല പൂന്തോട്ടവും പച്ചക്കറിയും നല്ല അടിപൊളി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടിപൊളിയാണ്. ഇതെല്ലാം ഒന്ന് കാണണം നിങ്ങള്. നമ്മുടെ കടപ്പുറം, കൊല്ലത്തെ കടപ്പുറത്താണ് ഇതുള്ളത്. അപ്പൊ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം. വാ. ഈ ഗാർഡനെ കുറിച്ച് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞു നമുക്കൊന്ന് പോയി കാണാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവരെ വിളിച്ചിട്ട് വന്നത്. പക്ഷെ ഇവിടെ ഗൈസ് ഇവിടെ ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയുടെ. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഈ പ്ലാസ്റ്റിക് സംഭവങ്ങളൊക്കെ ശേഖരിക്കുന്ന സ്ഥലം ഇതാണെന്ന് തോന്നുന്നു. എന്നിട്ടും അവിടെ വേസ്റ്റ് ഉണ്ട്, ആളുകൾ ഉണ്ടെന്ന് തട്ടുന്നുണ്ട്. പൊതുവെ അവിടെ കൊട്ടുന്നതാണ് അല്ലേ? കടപ്പുറത്തിന്റെ ഒരു അവകാശമാണ്. നമുക്ക് ഈ ക്യാമറ വെച്ചിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഇവിടെ നല്ല നമ്മളെ എന്താ ഇത് ശവന്നാരിപ്പൂവോ അങ്ങനെ എന്തോ പറയും ഇതിന്. അതിന്റെ ഒരു പിങ്കും വൈറ്റും എല്ലാം വെച്ച് ഇത് ഫുള്ള് നല്ലപോലെ ഫുള്ള് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് തന്നെ നല്ലതാണ് ഈ മഞ്ഞ ജമന്തിയോ പൂത്തിരി പോലുള്ള ആ ഒരു ചെടിയൊക്കെ. ഇതിന് മുമ്പ് നല്ല പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു, തക്കാളിയും പച്ചമുളകൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് ഇതായി പോയി. പക്ഷെ പഴയ തന്നെ ഓർമ്മയുണ്ട് ഇവിടെയൊക്കെ. ഇത് മുമ്പ് കടലിൽ കയറുമ്പോണ്ടല്ലോ ഞങ്ങളുടെ കടലിൽ കളിക്കാൻ വരും. ഇവിടെ കടലിൽ വരും ഞങ്ങളുടെ ഇവിടെയൊക്കെ. ഇവിടുന്ന് വരും. കടലിൽ കയറി തീരുമ്പോണ്ടല്ലോ ഞങ്ങൾ ഈ കടലിൽ കളിക്കാൻ വേണ്ടി വരും. സൂപ്പർ ആയിരുന്നു അന്നേരം.
ആ വെള്ളം അവരുടെ പഴയ കഥകളൊക്കെ പറയാം, പഴയ കാലത്ത് നടന്നാലും കടപ്പുറം എത്തത്തില്ല. പക്ഷെ ഇപ്പൊ 2 അടി നടന്നു കഴിഞ്ഞാൽ കടപ്പുറം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നടക്കാനും എടുക്കാനും. ഇതുണ്ടാ സൂപ്പറായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കടപ്പുറം അടിപൊളിയായിട്ട് ഇതെന്തോ നല്ല ഷേപ്പില് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ വികസനം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ മുട്ടിടാൻ വേണ്ടി കല്ലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് guys. ഈ ഗാർഡൻ കണ്ട അടിപൊളിയായിട്ട് അവര് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. രസമുണ്ട് ഇത് കാണാൻ. നല്ല ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ കണ്ട പൂവൊക്കെ പിടിച്ച് വരാൻ നിൽക്കുന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെ നല്ല വളമുണ്ട്. കാരണം എന്താണെന്ന് അറിയാം, നമ്മളെ വീട്ടിലെ ചെടി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് നല്ല അറിയാം. കാരണം എന്താ, ഈ ഒരു ഇത് കണ്ടോ, ഇത് നമ്മൾ അരുളിച്ചെടിയാണ്. ഇതിന്റെ ഈ ഒരു ഇലയുടെ വണ്ണവും ആ ഒരു വലിപ്പമൊക്കെ ഉണ്ട്. ഇവിടെ നല്ല വളമുള്ള മണ്ണാണെന്നും ആ ചെടിയെല്ലാം അതേ കണക്ക് തന്നെ പൂത്ത് നിൽക്കുന്നുണ്ടോ. വെള്ളം കൊടുത്തില്ലെങ്കിലും അതിനുള്ള ആവശ്യമായിട്ടുള്ള നല്ല വളം കിട്ടുന്നുണ്ടോ. അതുണ്ടോ മറ്റേ എരിക്കുമ്പോ അതൊക്കെ നല്ല എരിക്ക്, അത് നല്ലപോലെ ആ കൊല കുത്തി നല്ലപോലെ കിളിച്ചിരിക്കുന്നു. പിന്നെ അവിടെ നല്ല മുരിങ്ങയിലുണ്ട്, പപ്പയ്ക്കുണ്ട്, വാഴ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല കപ്പയ്ക്കൊക്കെ നല്ല പിടിച്ചിരിക്കുന്നുണ്ട്. നല്ല ആ ചെറിയ ഒരു നല്ല വളമുണ്ട്. മെഷീനുള്ള മണ്ണായതാണ് ഇതെല്ലാം പൂത്തുണ്ട നല്ല മഞ്ഞ പൂവൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. നല്ല അതിന്റെ ഇടയ്ക്ക് ഞവരല ഉണ്ട് കേട്ടോ. അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഞവരല, പക്ഷെ നമ്മൾ അവിടെയൊക്കെ ഇതിനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനും എടുക്കാനൊന്നും ആരില്ല. പക്ഷെ ഇനിയിപ്പോ എന്താണ് അടുത്ത പ്ലാനിങ് എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇവിടെ നല്ല സ്പേസ് ഉണ്ടായതായിരിക്കണം ഇവരിങ്ങനെ ഒരു ഗാർഡൻ ഒരു തീം കൊണ്ടുപോകുന്നത്. പക്ഷെ നമ്മൾ അവിടെ ഒന്നും അങ്ങനൊന്നും ഇല്ല. നല്ല രസമുണ്ട്. ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും വികസിച്ച് വരും. ഓരോ പരിപാടികൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തെടുത്തോണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പരിപാടിയൊക്കെ തീർന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ള എല്ലാ പരിപാടിയും തീർന്നു. ഫോട്ടോസ് എടുത്തു. അതേകാശം നമ്മൾ ഇവിടുന്ന് കുറെ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു, എല്ലാം നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മളിനി നേരെ പോകാൻ പോകുന്നത് വീണ്ടും തന്നെ ചിത്രവില്ല ചിന്നമ്മയും അഞ്ചിന്റെ വീട് അതാണ്. ഇതുവരെ അവർ പള്ളിയിൽ പോയിട്ട് ഇനി തിരിച്ചു വന്നില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ കയറാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നേരെ നമ്മൾ ധനുശിന്റെ വീട്ടിലാണ് പോകുന്നത്. കാരണം വന്ന എനർജി എല്ലാം നമ്മളിപ്പോ ആകെ മൊത്തത്തിൽ ടയേർഡ് ആയിട്ടുണ്ട്. എല്ലാവർക്കും വെള്ളം വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇനിയിപ്പം നേരെ ആഞ്ചിയുടെ അങ്ങ് പോയി വെള്ളം എടുത്ത് കുടിച്ചിട്ടാണ് നമ്മൾ നേരെ ധനുശിന്റെ വീട്ടിലോട്ട് പോകുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ ധനുശിന്റെ വീട് എത്തിയിട്ടുണ്ട്. അതെ, നമ്മള് ക്ഷീണിച്ചു. പോയ എനർജി ഒന്നും നമുക്ക് വന്നപ്പോഴില്ല. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ കണ്ണ്, ബോംബ്, ഒരക്കര മൂട്. നമ്മളിവിടെ വന്ന് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്നപ്പോ സമയം പോയത് അറിഞ്ഞില്ല. സമയം ഇപ്പോൾ ഇത്രയായിട്ടുണ്ട് ഗൈസ്. സമയം നമ്മൾ അറിഞ്ഞില്ല. എഡിറ്റ് ചെയ്ത് ഒരുവിധം ഇതായി. പിന്നെ ധനിയും കുറെയൊക്കെ ഞങ്ങൾ എല്ലാരും അവിടെ പോയിട്ട് വന്ന് ക്ഷീണിച്ച്, പിള്ളേരെല്ലാം ആയിട്ട് ക്ഷീണിച്ച്. ഇവിടെ പിന്നെ പിള്ളേരൊക്കെ കളിയും ചിരിയൊക്കെ ആയിരുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങൾ ധനിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഗൈസ്, ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ, സീ യു.